തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമിക്ക് ആഗ്രഹമുണ്ട്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ വരുമെന്ന് 2 മാസം കൊണ്ട് ഏതാണ്ട് ഒരു രൂപരേഖ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെക്കുറിച്ച് മുൻകൂർ പറയുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ല. ഞാനതിന് ശ്രമിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെയൊക്കെ ശല്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരും. മനസ്സിലായില്ലേ? നിങ്ങൾ മരിക്കുന്നവരെ ഈ തലവാദന അവസാനിക്കാൻ പോകുന്നില്ല. അപ്പൊ ആ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടി വരുന്നതിന് മുമ്പ് എന്തിനാ അങ്ങോട്ട് ബേജാറാകുന്നത്? എന്തിനാ ഈ കോലാഹലം? അത് വരട്ടെ. വരാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണെന്നറിയില്ല, കൊടി എന്താണെന്നറിയില്ല, ഭരണഘടന പ്രഖ്യാപിച്ചിട്ടില്ല. വെൽഫെയർ പാർട്ടി സ്വതന്ത്രമായ രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയല്ല. ഇസ്ലാമിയുടെ രാഷ്ട്രീയ തീരുമാനപ്രകാരമല്ലേ വെൽഫെയർ പാർട്ടി ഉണ്ടായത് എന്നാണ്. ഒരിക്കലുമല്ല. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത് ഒരുപാട് ആളുകളുടെ തീരുമാനപ്രകാരമാണ്. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. ഒരു രാഷ്ട്രീയ സംവിധാനം വേണം ജമാഅത്തെ ഇസ്ലാമിക്കെന്നും അതിൽ അമുസ്ലിങ്ങളായിട്ടുള്ള പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടണം എന്നതൊക്കെ ഒരു രാഷ്ട്രീയ തീരുമാനമായി വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടി ഉണ്ടായത്. അല്ല, അവരുടെ തീരുമാനത്തെ കുറിച്ച് നമുക്കറിയില്ല. വെൽഫെയർ പാർട്ടി രൂപീകൃതമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ തീരുമാനത്തെ കുറിച്ച് നമുക്കറിയില്ല. ജമാഅത്ത് ബന്ധം നിഷേധിക്കുവാണോ? വെൽഫെയർ പാർട്ടി യഥാർത്ഥത്തിൽ രൂപീകൃതമായിരിക്കുന്നത് ആ രൂപീകരണ സന്ദർഭം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ജീർണതകൾ ഒരു പുതിയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് പ്രേരകമായിട്ടുണ്ടാകും. അതേസമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ജീർണതകൾ ഒരുപക്ഷെ നമുക്ക് ശുദ്ധീകരിച്ചാൽ പിന്നെ ഒരു പാർട്ടി ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെയല്ല ഇത്. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെ ഒരു രാഷ്ട്രീയ പാർട്ടി അഡ്രസ്സ് ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ത്യ അതിൻ്റെ ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെടുന്നത് എന്ന ബോധ്യത്തിൽ നിന്ന് വ്യത്യസ്ത തലങ്ങളിൽ സാമൂഹ്യ പാരിസ്ഥിതിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ, കൊച്ചു കൊച്ചു സംഘങ്ങൾ, സമുദായ സംഘടനകൾ, അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെല്ലാം ഒരുമിച്ച് ചേർന്ന് രൂപീകരിച്ചതാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. തീർച്ചയായിട്ടും അതിൽ കേരള ദലിത് പാന്തേഴ്സ് പോലെയുള്ള അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെയൊക്കെ പിന്തുണ, ഇതിൻ്റെ രൂപീകരണത്തിന് മുൻകൈ എടുക്കുന്നതിൽ അതിൻ്റെ ഒരു പിന്തുണ, ഒരു പുതിയ രാഷ്ട്രീയത്തെ ആഗ്രഹിക്കുന്ന മൂവ്മെൻറ്റുകളുടെയും സംഘടനകളുടെയും വ്യക്തികളുടെയൊക്കെ ഒരു പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ എല്ലാവരും പങ്കാളികളായിട്ടുണ്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമല്ല വെൽഫെയറിന്റെ നമുക്ക് പറയാൻ പറ്റും. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് നിഷേധിക്കും.